ഇനി അടുത്ത മമ്മൂട്ടിയുടെ യുഗമാണ്. ഇനി ഈ ടർബോ എന്ന സിനിമ ഇനി മമ്മൂട്ടിയെ വേറെ ലെവലിലോട്ട് എത്തിക്കുക. അപ്പൊ ഈ പോളി പടം ഞാൻ ഇന്ന് കണ്ട മമ്മൂട്ടി പടങ്ങളിൽ ഏറ്റവും ഇത് വിജയിക്കും. ഇത് 150 കോടി. മമ്മൂക്കയുടെ ആക്ഷൻ ഒന്നും പറയാനില്ല. ഒരു 2-3 ഫൈറ്റ് ഉണ്ട് പടത്തില്. ഗംഭീര ഫൈറ്റ് ആണ്. അത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷിച്ചൊരു പടമില്ല. കാരണം മിഥുൻ ചേട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഈ റൈറ്റിംഗ് അല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത്ര നല്ല റൈറ്റിംഗ് ഒക്കെ പുള്ളി 2-3 പടങ്ങൾ പ്രീവിയസ് പടങ്ങളെല്ലാം നല്ലായിരുന്നല്ലോ. കുറച്ചുകൂടി ഒരു അടിപൊളി റൈറ്റിംഗ് ആയിരുന്നു. ഒരു ക്ലീഷേ ടൈപ്പ് ഒരു റൈറ്റിംഗ് ആണ്. ഹൈപ്പിനനുസരിച്ചുള്ളൊരു പടം പോലെ ഫൈറ്റ് അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. അടിപൊളി ഫൈറ്റാണ്. നമുക്ക് ക്യാരക്ടർ കണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, എനിക്ക് ഫൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ 100 ഇനി വരുമോ? സർപ്രൈസ് വെച്ചിട്ടുണ്ട്. പടം കിടിലം പടം. അതായത് 2024 ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഞാൻ കാണും. അത് മമ്മൂക്കയുടെ അടിപ്പടം അങ്ങനെയാണ് കാണും. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒന്നും കാണാണ്ട് മമ്മൂട്ടി കമ്പനി ഈ പടം പിടിക്കില്ല. അതിന് 100% തെളിവ് നമുക്ക് തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചിറങ്ങാൻ പറ്റും. കാരണം ഫൈറ്റൊക്കെ അമ്മാതിരി ഫൈറ്റാണ്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞൂടാ. ഈ സെക്കൻഡ് പാർട്ട് വന്നാൽ അതിന് വേണ്ടിയുള്ള കാത്തിരിക്കും. എന്തായാലും കിടിലം പടം. അഴിഞ്ഞാട്ടം തന്നെ. ടർബോജോസിന്റെ അഴിഞ്ഞാട്ടം തന്നെ. മാസ് പടം. വില്ലൻ അഗ്നിചേട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വില്ലന്റെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം നേരിപ്പടം. ഒന്നും പറയാനില്ല. പിന്നെ ധൈര്യമായിട്ട് ഫാമിലിക്കായാലും ധൈര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഇതൊരു ഫാമിലി കഥയായിട്ടാണ് മറ്റേ ജോസഫ് ചേഞ്ച് ചെയ്തേക്കണം. അപ്പോൾ കുഴപ്പമില്ല. ഫാമിലി ആക്ഷനും എല്ലാവരും കൂടി ഈ പടത്തിലുണ്ട്. കൊള്ളാം. അടിപൊളിയായിരുന്നു പടം. പക്ഷേ ഫസ്റ്റ് ഹാഫ് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ചെറിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പടം ഇങ്ങനെ കയറി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് അടിപൊളിയാവില്ല. സെക്കൻഡ് ഹാഫ് മമ്മൂട്ടി അതിനായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇത്ര സാർ മമ്മൂട്ടി ചെയ്യണം. എനിക്ക് തോന്നുന്നല്ലോ ഒരു ഇന്ത്യൻ ഫിലിമിൽ 72 വയസ്സിൽ ഒരു നടൻ ഇങ്ങനെ ചെയ്യും തോന്നുന്നത്. അത്ര അടിപൊളിയാണ്. അടിഞ്ഞാട്ട് ഓരോ ഇടിക്കും ഓരോ ടെർബോ ആ ഒരു പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര അടിപൊളിയാണ്. പറയാനില്ല. എല്ലാവർക്കും ഒന്ന് തിയേറ്ററിൽ തന്നെ കാണണം. എന്നാൽ ആ ഒരു വൈബ് കിട്ടും. ഒരു ടിപ്പിക്കൽ വൈശാഖ പടം കേട്ടോ. വൈശാഖ നമ്മൾ നേരത്തെ കണ്ട രാജാജെല്ലാം കാണുന്നവരാണ്. പിന്നെ ഇതായിട്ടൊന്നുമില്ല. എന്നാൽ കൊള്ളാം. അവസാനത്തെ ആക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫില്ല് നല്ല കൊള്ളായിരിക്കും. രാജ്ഭൂഷണിയും വന്നിട്ടുണ്ട്. അതൊരു ടിപ്പിക്കൽ വൈശാഖ പടം. ഇതുപോലെ ഒരു കാണാൻ പറ്റും. രാജാജയും മധുരാജയെ കണ്ടവർക്ക് എന്നെ തൃപ്തിപ്പെടും കേട്ടോ. ഉറപ്പായിട്ടും മമ്മൂക്കയുടെ കഴിഞ്ഞാട്ടാണോ? അങ്ങനെയല്ല പറയല്ലോ. തിരിച്ചു വരാമല്ലോ. നല്ലൊരു 4 പടം കഴിഞ്ഞിട്ട് നല്ലൊരു മാസ് പടം. 4 പടത്തിന് ശേഷം നല്ലൊരു മാസ് പടം. നിങ്ങളെല്ലാവരും അത് fight sequence are more like over stunts and like you won't tell he's 73 years old. He's like probably like 25 or something. It's amazing. അത് കാണും. ഞാൻ പറയില്ല, അത് കാണും. താങ്ക് യു.
സൂപ്പർ പടമാണ്. സൂപ്പർ വെറുതെ പറയുന്നല്ല, പക്ക മാസ് ഫാമിലി എന്റർടൈനറാണ്. നമുക്കടെ 22-കാരൻ്റെ അഴിഞ്ഞോട്ടം എന്ന് പറയുന്നത് അമ്മാതിരി പടം. തുടക്കം മുതൽ അവസാനം വരെ റൊമാൻസ്. അത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഫസ്റ്റ് ആയിട്ട് തിയേറ്റേഴ്സ് തന്നെയുണ്ട്. കാരണം നമുക്ക് രക്ഷയില്ല. കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ രാജേഷ്. അമ്മാതിരി വില്ലനെ ലാസ്റ്റ് ടൈമിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയൊരു കൊടൂരായിട്ടില്ല. അങ്ങനെ അമ്മാതിരി വില്ലനാണ് രാജ്പൂർ ഷെട്ടി നേരത്തെ മുതൽ. പക്ഷെ മലയാളത്തിൽ നമുക്കടെ ഒപ്പം കട്ടയ്ക്ക് രാജ്പൂർ നിൽക്കാൻ പറ്റുന്നുള്ള നിലയിൽ അടിപൊളി.